ടു സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ റിഗ്രഷൻ എന്ന ചാപ്റ്ററിൽ അവസാനത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ടോപ്പിക് ഇതാണ്: കമ്പാരിസൺ ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. നമ്മൾ കോറിലേഷൻ എന്ന ചാപ്റ്ററും റിഗ്രഷൻ എന്ന ചാപ്റ്ററും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ രണ്ട് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് ആണ്, ഒന്ന് കോറിലേഷനും രണ്ട് റിഗ്രഷനും. അപ്പോൾ ഈ കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, റിഗ്രഷൻ ഈസ് അസിമെട്രിക്, കോറിലേഷൻ ഈസ് സിമെട്രിക്. അതായത് റിഗ്രഷൻ അസിമെട്രിക് ആണ്, കോറിലേഷൻ സിമെട്രിക് ആണ്. ഇനി റിഗ്രഷൻ ഈസ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. റിഗ്രഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്. ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന്, ഒരു റീസൺ ഉണ്ടെങ്കിൽ അതിനൊരു കോസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് റിഗ്രഷൻ പറയുന്നത്. പക്ഷേ കോറിലേഷനിൽ നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനാണ്. മറ്റേതിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ അല്ല. അവിടെ ഒരു റിസൾട്ട് വന്നാൽ ആ റിസൾട്ട് ഉണ്ടാവാനുള്ള റീസൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ. റിഗ്രഷൻ നമ്മൾ ഫ്യൂച്ചറിൽ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു തീരുമാനമാണ് പ്രഡിക്ഷൻ. ഇനി കോറിലേഷനോ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ. ഇത് പ്രഡിക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. റിഗ്രഷൻ ഈസ് ദ സ്റ്റഡി ഓഫ് ദ നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ നാച്ചർ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോറിലേഷനിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യും. പക്ഷേ മറ്റോടത്തിൽ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇനി റിഗ്രഷൻ ഈസ് നോട്ട് റിവേഴ്സിബിൾ. റിഗ്രഷൻ റിവേഴ്സിബിൾ അല്ല, പക്ഷേ കോറിലേഷൻ റിവേഴ്സിബിൾ ആണ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ.